അവിയൽ നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാം. ഇന്ന് തയ്യാറാക്കുന്നത് സ്റ്റൂ അവിയൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അവിയലാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനെടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്, ഗ്രീൻ പീസ്, തക്കാളി, ക്യാരറ്റ്, കൂടെ മുരിങ്ങയ്ക്ക. നമ്മൾ കഷ്ണം അരിയുമ്പോൾ കുറച്ച് കനത്തിൽ അരിയുക, പ്രത്യേകിച്ച് തക്കാളി. ബാക്കിയൊക്കെ അവിയലിന് അരിയുന്നത് പോലെ തന്നെ വയ്ക്കുക. മുരിങ്ങയ്ക്ക ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എടുക്കുന്നത്. നമുക്ക് ഇതുപോലെ മുരിങ്ങയ്ക്ക കിട്ടുന്ന സീസണിൽ ഫ്രീസറിൽ നമുക്ക് ഒരു വർഷത്തോളം സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഒരു 2 കപ്പ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കഷ്ണങ്ങൾ ആദ്യം ഉരുളക്കിഴങ്ങും ക്യാരറ്റും മുരിങ്ങയ്ക്കയും ചേർത്ത് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഗ്രീൻ പീസും തക്കാളിയും ചേർത്താൽ മതി. കഷ്ണം വേകുന്ന സമയത്ത് തേങ്ങയും എരിവിനാവശ്യമുള്ള പച്ചമുളകും ജീരകവും കൂടെ ശകലം വെള്ളം ഒഴിച്ച് ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കേണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 4 ചേർത്തിരിക്കുന്നത്. എരിവിന് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോളൂ. കഷ്ണം ഒന്ന് പകുതിക്ക് കൂടുതൽ വെന്ത് വരുമ്പം അതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഇടാം. നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്ത് നോക്കുമ്പം ഒന്ന് മുറിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ചാറോട് കൂടിയുള്ള അവിയലാണ് തയ്യാറാക്കുന്നത്. അതാണ് ആദ്യം തിളപ്പിക്കാനായിട്ട് വെള്ളം കുറച്ച് കൂടുതൽ വെച്ചിരിക്കുന്നത്. നല്ല വരട്ടിയെടുക്കണ അവിയലാണ് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം അതനുസരിച്ച് കുറച്ച് വേണം എടുക്കാനായിട്ടും. തേങ്ങ ചതച്ചേ എടുക്കാവൂ, വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. കഷ്ണം ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഗ്രീൻ പീസും തക്കാളിയും ഇട്ട് തക്കാളിയും ഒന്ന് വാടി കിട്ടുന്നവർ വേവിക്കുക. കഷ്ണമെല്ലാം ഒന്ന് വെന്ത് വരുമ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. ഇന്ന് തയ്യാറാക്കുന്നത് സ്റ്റൂ അവിയലാണ്. കാണാൻ സ്റ്റൂ പോലെ ഇരിക്കും. ഇപ്പോൾ വരട്ടിയെടുക്കുന്ന ടൈപ്പാണ് അവിയൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ആദ്യം ചേർത്ത് തിളപ്പിക്കരുത്. അതുപോലെ തേങ്ങ ചതയ്ക്കുമ്പം നമ്മൾ അവിയലിനെ ചതയ്ക്കുന്നത് പോലെ ചതയ്ക്കാവൂ, വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കൂടെ അവരവർക്ക് എത്രയാണോ കരിവേപ്പില ഇഷ്ടം ചേർക്കാനായിട്ട് അതും കൂടെ ചേർക്കുക. ചാറോട് കൂടിയുള്ള അവിയലായതുകൊണ്ടാണ് ഒഴിച്ചു കൂട്ടാൻ്റെ രീതിയിൽ തയ്യാറാക്കുന്നത്. ഇതിപ്പം ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇവിടെ കിട്ടിയ പച്ചമുളകിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. കറി ശകലം എരിവോടുകൂടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ഒഴിച്ചു കൂട്ടാനായിട്ട് തന്നെ നമുക്ക് എടുക്കാനും പറ്റും. തേങ്ങയുടെ പച്ചമണം മാറി എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പോളം തൈര് ഉടച്ച് ചേർക്കുക. അവരവർക്ക് എത്രയാണോ പുളി വേണ്ടത് അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. തൈര് ചേർത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്. എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ചതിന് ശേഷം അതിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക. അവസാനമേ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കാവൂ. കുറച്ചും കൂടെ കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. എണ്ണയുടെ മണം എല്ലായിടത്തും നന്നായിട്ട് കിട്ടാനാണ്. 5-10 മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇളക്കി നമുക്കിത് വിളമ്പാവുന്നതാണ്. വ്യത്യസ്ത രീതിയിൽ ഒരു അവിയലിൻ്റെ റെസിപ്പിയാണിത്. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതുമാണ്. കഷ്ണങ്ങൾ വെന്ത് കിട്ടാനായിട്ട് വലിയ സമയവും വേണ്ട. നമുക്ക് ചോറിൻ്റെ കൂടെ അല്ല ദോശയുടെ കൂടെ വേണമെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയും നമുക്കിത് വിളമ്പാവുന്നതാണ്.
എല്ലാവരും ഈ രീതിയിൽ സ്റ്റൂ അവിയൽ തയ്യാറാക്കി നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. കഷ്ണം വേവാൻ വലിയ താമസവും ഇല്ല. എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ഈ അവിയൽ തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.